രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കെ മുരളീധരൻ നടത്തിയ ഒരു പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. അതായത് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പാർട്ടി സംവിധാനത്തിന് പുറത്താണ്. പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരു അംഗത്തിന് ലഭിക്കുന്ന പരിരക്ഷ അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പാർട്ടി നൽകിയ ടിക്കറ്റ് നൽകി മത്സരിപ്പിച്ച MLA സ്ഥാനം വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കാമെന്നാണ്. ഉയർന്നു വന്ന പരാതികളുടെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉചിതമായ തീരുമാനമെടുക്കാം എന്ന കാര്യം കൂടി കോൺഗ്രസ് നേതൃത്വം സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കെ മുരളീധരനും VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾക്ക് ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്കാണ് അദ്ദേഹം തൽക്കാലം രാജിവെക്കേണ്ടതില്ല, നിയമോപദേശപ്രകാരം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്താൽ മതി എന്ന നിലപാടിലേക്ക് വന്നത്. ഇങ്ങനെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ് ഈ രാജിവെപ്പിക്കേണ്ടതില്ല, സസ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. എന്തായെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഇനിയും ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ ഇപ്പോൾ എടുത്ത നടപടി പോരാതെന്നുള്ള അഭിപ്രായമുള്ള നേതാക്കളുണ്ട്. ഇതല്ലായിരുന്നു വേണ്ടത് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അപ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ കോൺഗ്രസിനകത്ത് വീണ്ടും ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയാണ്. എങ്കിൽ പോലും സസ്പെൻഷൻ നടപടിയിലൂടെ അത് പ്രഖ്യാപിക്കുന്നതിലൂടെ ഇപ്പോൾ ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മാത്രം പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന അവസ്ഥ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നേതൃത്വം നടത്തുന്നത്. താങ്ക് യു ആർ ശ്രീജിത്ത്. ഇപ്പോൾ JB മേത്തർ MP കൂടി ഇതിനെക്കുറിച്ച് പ്രതികരിച്ച ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ആ പ്രതികരണം നമുക്കൊന്ന് കാണാം. കൃത്യമായ തീരുമാനമാണല്ലോ. അതായത് കൂടുതൽ എത്ര മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമായിട്ടുള്ളൂ. ഒരു ഒഫീഷ്യൽ ഇതില്ലാതെ തന്നെ എടുത്തല്ലോ. അത് തന്നെ വീണ്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പൊ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പോയി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സ്റ്റെപ്പല്ലേ. എല്ലാം കാര്യങ്ങള് കോൺഗ്രസ് പാർട്ടി ഇത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കും, എന്നിട്ട് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. ഓക്കെ, JB മേത്തർ MP സംസാരിക്കുകയായിരുന്നു. വീണ്ടും നമുക്കൊപ്പം ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.